അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും റസ്സ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ചില കൗൺസിലിംഗ് സെഷനുകളിലും അതുപോലെ തന്നെ വീഡിയോസിൻ്റെ താഴെ കമൻസും ഒക്കെ ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സങ്കടമാണ്. സങ്കടം എന്ന് പറഞ്ഞാൽ ചില സഹോദരിമാർ പറയാറുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സെക്സിനോട് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയിട്ടുണ്ട്. ഞാൻ എത്രയൊക്കെ അണിഞ്ഞൊരുക്കി ചെന്നാലും എത്രയൊക്കെ വൃത്തിയായി ചെന്നാലും ഈ ഒരു താല്പര്യത്തോടു കൂടെ തുറന്നു പറയാൻ പറ്റുന്നില്ല, ഒരു നാണം എന്നെ സമ്മതിക്കുന്നില്ല. പക്ഷേ ഞാൻ എത്രയൊക്കെ തൽപരയായി അങ്ങോട്ട് ചെന്നാലും ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആദ്യകാലത്തൊക്കെ വിവാഹം കഴിഞ്ഞിടക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു. നാൾക്ക് നാളിങ്ങനെ വർദ്ധിച്ചു വരുന്നതോടുകൂടെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നോട് ഈ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു സങ്കടം ചില ആളുകളിൽ നിന്ന് കണ്ടു. ഇവിടെ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 25 വയസ്സ് മുതൽ സ്ത്രീകൾക്ക് മെനപ്പോസ് സംഭവിക്കുന്നത് വരെ, അതായത് ആർത്തവ വിരാമം സംഭവിക്കുന്നത് വരെ സെക്ഷൽ ഇൻട്രസ്റ്റ് അവർക്കുണ്ടാകും എന്നുള്ളതാണ്. ആ സെക്ഷൽ ഇൻട്രസ്റ്റ് സാധാരണഗതിയിൽ കൂടുതലായി തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്കുണ്ടാകും, ആ ഒരു ഡിസയർ അവർക്കുണ്ടാകും. ഈ സെക്ഷൽ ഇൻട്രസ്റ്റ് അവർക്ക് സാധ്യമാക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴി, ഹലാലായ വഴി അവരുടെ ഇണയാണ്, ഇല്ലേ? ആ ഇണയായ നിങ്ങൾ അതിന് ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എങ്കിൽ, സെക്ഷൽ ഇൻ്റർകോഴ്സിന് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ, നിങ്ങൾ അവരോട് സഹകരിക്കുന്നില്ല എങ്കിൽ, ആ ഒരു ആഗ്രഹം അവരിങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുന്നതിലൂടെ പലപ്പോഴും പലരിലും മാനസികമായ വിഭ്രാന്തികൾ വരെ കാണാറുണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമായി തന്നെ ഞാൻ പറയാം. ചില ആളുകൾ പറയും, ഉസ്താദിന് വേറെ പണിയൊന്നുമില്ലേ? ഇതും കൃത്യമായി ഇസ്ലാം വിശദീകരിച്ച വിഷയം തന്നെയാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാനായിട്ട് കുറേ ഓപ്പണായ കാര്യങ്ങളൊന്നുമല്ല ഈ പറയുന്നത്. ഈ സെക്സ് എന്ന വാക്ക് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ മോശം കമൻറ്റുമായി വരല്ലേ സഹോദരങ്ങളെ? നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ളൊരു കാര്യം. പല ഘട്ടങ്ങളിലും ജീവിതം തകർന്നു പോയവരുണ്ട്, ഒരു സഹോദരി പറഞ്ഞ ഒരു കാര്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവരുടെ ഒരു കൗൺസിലിംഗ് സെഷൻ അവർ കൃത്യമായി നടന്ന കാര്യം പറയുന്നുണ്ട്. അതായത് എൻ്റെ ഭർത്താവിനെ തിരിഞ്ഞു നോക്കണില്ല, എൻ്റെ ഈ ആഗ്രഹങ്ങൾ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. അവർ ഓടിപ്പോകാനുള്ളൊരു റീസൺ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറയുന്ന എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ ഭൂരിഭാഗം ആളുകളും ആ ആഗ്രഹം ഇങ്ങനെ കടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അവർക്ക് ഭയങ്കര ദേഷ്യം സംഭവിക്കാം. ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മളൊരു ആഗ്രഹത്തോടുകൂടെ ഭാര്യയെ സമീപിക്കുമ്പോൾ ഭാര്യ മൈൻഡ് ചെയ്യണില്ല, നമ്മുടെ ഈ ഒരു സെക്ഷുവലായ പൂർത്തീകരണത്തിന് അവൾ സഹകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു മാനസികമായ ഇറിറ്റേഷൻ നമുക്കുണ്ടാവൂലേ? ഇത് ഒരുപാട് സ്ത്രീകൾ ഇതിങ്ങനെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പുരുഷന്മാർ മനസ്സിലാക്കണം. ചിലർ പറയും, പിന്നെ ആ ഒരു ചിന്തയുള്ളൂ. അങ്ങനെയൊന്നുമല്ല. ആ ഒരു ചിന്തയുള്ളൂ. ആ ഒരു ചിന്തയുടെ വിഷയമല്ലത്. മനുഷ്യനാണ്, അവന് ലൈംഗികതയോട് താല്പര്യം ഉണ്ടാകും. ഇസ്ലാം ലൈംഗികത എന്ന് പറയുന്നത് നിങ്ങൾ ഹറാമായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതിനും കൂടെ നിങ്ങൾക്ക് വിവാഹം അല്ലാഹു അനുവദിച്ചു തന്നത്. ആ വിവാഹം കഴിഞ്ഞ ഇണ പോലും അവനോട് അല്ലെങ്കിൽ അവളോട് സഹകരിക്കുന്നില്ല എങ്കിൽ പിന്നെ അവരെങ്ങോട്ട് പോകും? അല്ലാഹു റബ്ബുൽ ആലമീൻ മനോഹരമായ ദാമ്പത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകളൊക്കെ കമന്റ് അടിക്കാറുണ്ട്, എനിക്ക് ആഗ്രഹമുള്ളപ്പോൾ അവൾ വന്നില്ല, ഇപ്പോൾ അവക്കാണ് ആഗ്രഹം, എനിക്കാണെങ്കിൽ മൂടൂല. അങ്ങനെ പറയാൻ പാടില്ല. അതായത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പുരുഷന് സെക്ഷൽ തോട്ട് ഉണ്ടാകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ്. അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാൽ മതി, പെട്ടെന്ന് അവൻ ആ ഒരു സെക്ഷൽ മൂഡിലേക്ക് വരും. എന്നാൽ സ്ത്രീ അങ്ങനെയല്ല, അവൾ പതിയെ ഓണായിട്ട് വരുള്ളൂ. അപ്പോൾ അവളുടെ ആ ഒരു ഇൻട്രസ്റ്റ് മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്ക് നിങ്ങളുടെ കാര്യം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ആ ദാമ്പത്യ ജീവിതം ഒരിക്കലും മനോഹരമായി തീരില്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി അവൾക്ക് ആ ഒരു സെക്ഷൽ തോട്ട് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു താല്പര്യമില്ലാതെ മാറിക്കിടക്കുന്ന അവളെ പരിഗണിക്കാത്തൊരവസ്ഥയുണ്ടായാൽ അത് മോശമായ കാര്യങ്ങളിലേക്ക്, അവളുടെ സ്വഭാവം തന്നെ മാറിപ്പോകുന്നതിലേക്ക്, മൈൻഡ് മാറുന്നതിലേക്ക്, ഹറാമായ കാര്യങ്ങളിലേക്ക് വരെ എത്തിക്കാൻ അത് നിമിത്തമാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കൃത്യമായി ഇത് ചിലപ്പോൾ തുറന്നു പറയാൻ പറ്റിക്കൊള്ളുന്നില്ല ചില സഹോദരങ്ങൾക്കില്ലേ. ചിലപ്പോൾ അവൾക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടാകും, ഭർത്താവിനോട് ഇപ്പം എങ്ങനെയാണ് തുറന്നു പറയാം? അങ്ങനെയുള്ള ചിന്തയൊന്നും നിങ്ങൾക്കിടയിൽ വേണ്ടാന്നേ, അങ്ങനെ നാണിക്കണ്ട. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ തുറന്നു പറയാൻ പറ്റാത്തൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഭർത്താവിനോട് തുറന്നു പറയണം. അതുപോലെ തന്നെ ഭർത്താവ് കൃത്യമായി ചോദിച്ചറിയണം. അവൾ ചോദിക്കട്ടെ, അവൾ പറയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ, നിങ്ങൾ ചിലപ്പോൾ വാടി നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് ഏർപ്പെടാമെന്ന് നിങ്ങൾ ക്ഷണിക്കുന്നത് പോലെ അവൾ ക്ഷണിച്ചു കൊള്ളുന്നില്ല. കാരണം സ്ത്രീയുടെ സ്വഭാവമാണ് ആ ഒരു നാണം എന്ന് പറയുന്നത്, ആ ലജ്ജ എന്ന് പറയുന്നത്. ആ ലജ്ജ ഇല്ലെങ്കിൽ പിന്നെ അവളുടെ ആ ഒരു സ്ത്രൈണ സ്വഭാവത്തിൽ നിന്ന് അവൾ പുറത്തു വന്നതുപോലെയാണ്. അപ്പോൾ അവൾ ആ ഒരു ലജ്ജയോട് കാണലാണ് ഭംഗി. ആ ലജ്ജയിലുണ്ടായിരിക്കുക. നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാമല്ലോ, ലജ്ജ എന്ന മൂടുപടത്തിൽ നിൽക്കുന്ന അവളിലേക്ക് നിങ്ങൾക്ക് ചെല്ലാമല്ലോ, നിങ്ങൾക്ക് തുറന്ന് ചോദിക്കാമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 25 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 25, 30, 40, 48, 50 ഈ പറയുന്ന മെനപ്പോസ് സംഭവിക്കുന്നത് വരെ അവൾക്ക് ഇതിനോട് നല്ല താല്പര്യം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എല്ലാവർക്കും ഉണ്ടാവില്ല ഉസ്താദ് എന്ന് പറഞ്ഞ അടിയിൽ കമൻറ്റ് ഇടാതിരിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ചില ആളുകൾക്ക് ഉണ്ടാവില്ല.
ഇത് ഭൂരിപക്ഷം ആളുകളിലും ഈ ഒരു താല്പര്യം നിറഞ്ഞു നിൽക്കുന്ന ഏജ് തന്നെയാണത്. സ്ത്രീകൾക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്നുള്ളൊരു ബോധം ഭർത്താക്കന്മാരിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ അധാർമികതയിലേക്ക് വരെ പോകാൻ പറ്റുന്ന നിങ്ങളുടെ ജീവിതം നേർന്നു പോയേക്കാവുന്ന ഒരു കാരണം തന്നെയാണിത് എന്ന് നിങ്ങളിലേക്ക് ഉണർത്തുകയാണ്. അപ്പോൾ കൃത്യമായി ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം തുറന്നു പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും പരസ്പരം ആ ഇണയും തുണയുമായി നിങ്ങൾ നിൽക്കുന്നിടത്തോളം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിന് എന്താണ് മടി? അപ്പോൾ അതിനുള്ളൊരു സ്വാതന്ത്ര്യം രണ്ടുപേരും പകർന്നു നൽകുക എന്നുള്ളതാണ്. ആ മനോഹരമായ ദാമ്പത്യം രണ്ടുപേർക്കും ഹൃദ്യമായി ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ആ ജീവിതം മനോഹരമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെക്ഷൽ ലൈഫ് മനോഹരമായാൽ ഒരു പരിധിവരെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വളരെ ഹാപ്പിനെസ് നിറഞ്ഞു നിൽക്കും. ചിലർ പറയും സ്നേഹം ഉണ്ടായാൽ മതി. ഈ സ്നേഹം വെറുതെ ഉണ്ടാവില്ല. ഈ സെക്സ് ഉണ്ടായാൽ നിർബന്ധം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഈ സെക്സ് ഉണ്ടായാലേ സ്നേഹം ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല. പക്ഷേ സ്നേഹം വർദ്ധിക്കാൻ, സ്നേഹത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്താൻ ഈ ലൈംഗികത അത്യാവശ്യമാണ് നമ്മുടെ ലൈഫിൽ. എത്ര വലിയ പിണക്കങ്ങളും ഒരു സെക്ഷൽ ഇതിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ, ഇൻ്റർകോഴ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിനുശേഷം പിണക്കങ്ങളൊക്കെ മറന്നു പോകുന്നത് കാണാം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു 2-3 മാസം നിങ്ങൾ അടുപ്പിച്ച് ഇണയുമായി സെക്ഷൽ ലൈഫിൽ ഏർപ്പെടാത്ത ആളുകളൊക്കെ കൗൺസിലിംഗ് വരുമ്പോൾ നമ്മൾ നോക്കുന്നത് എപ്പോഴും അവരുടെ ജീവിതത്തിൽ പ്രശ്നമാണ്. ഞാനപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വിട്ടു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെ കണ്ടു, ഇപ്പം എങ്ങനെയാണ്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. കാരണം എന്താ? ഇതിൻ്റെ ഇടയിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് കൃത്യമായിരുന്നു എന്നുള്ളതാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഭാര്യയും ഭർത്താവിനും ഇടയിൽ മനോഹരമായിട്ട് വേണം. അവളെയും കൂടെ പരിഗണിച്ച് ഭംഗിയായ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹൃദ്യമായൊരു ദാമ്പത്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.